ഇടുക്കി ഏലപ്പാറയിൽ ഹോട്ടൽ ജീവനക്കാരനെ ലോഡ്ജിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലം സ്വദേശി മനുവാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് പ്രാഥമികമായ സംശയം. കൂടെ ഉണ്ടായിരുന്ന ആളെ കാണാനില്ല. അത് സംശയം ബലപ്പെടുത്തുന്നുണ്ട്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ പോലീസ് പ്രാഥമികമായി അനുമാനിക്കുന്ന കാര്യങ്ങൾ എന്ത്? ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ എവിടെ പോയെന്നാണ് സംശയിക്കുന്നത്? സുഹൈലെ, പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് നിഗമനം. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ മനുവിനെ മരിച്ച നിലയിൽ ലോഡ്ജ് മുറിക്കുള്ളിൽ കണ്ടെത്തിയത്. ഈ മനുവിനൊപ്പം മറ്റൊരു ആൾ കൂടി ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് സ്വദേശിയാണ്. ഈ ജാർഖണ്ഡ് സ്വദേശി മനുവും ഏലപ്പാറയിലെ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്നവരാണ്. ഇന്ന് രാവിലെ ഇവർ ജോലിക്ക് ചെന്നിരുന്നില്ല. തുടർന്ന് ലോഡ്ജിലെ ആളുമായി ഹോട്ടൽ ജീവനക്കാർ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ലോഡ്ജിലെ ആളുകൾ ചെന്ന് പരിശോധിക്കുകയും ആ മുറിക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഈ ജാർഖണ്ഡ് സ്വദേശി ഒളിവിലാണ്. അതാണ് കൊലപാതകത്തിന് കാരണം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തത് ഈ ജാർഖണ്ഡ് സ്വദേശി ആയിരിക്കും എന്നുള്ള സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ എങ്ങോട്ടേക്ക് കടന്നു അടക്കമുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ് പീരുമേട് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഈ മനുവും ജാർഖണ്ഡ് സ്വദേശിയും ഒരുമിച്ചായിരുന്നു മുറിക്കുള്ളിൽ താമസിച്ചിരുന്നത്. അവർ തമ്മിൽ കഴിഞ്ഞ രാത്രിയിൽ സംഘർഷമുണ്ടായതായുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഇതേ തുടർന്ന് ഉണ്ടായ വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് മാറിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലം ഉൾപ്പെടെ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു പൂർണ്ണതോതിലുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയുമുള്ളൂ. രാഹുൽ, ഈ ലോഡ്ജിൽ ഇയാൾ മരിച്ചു കിടക്കുന്ന വിവരം എങ്ങനെയാണ് പുറത്തു വന്നത്? ഇവർ ഈ സമീപത്തെ ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരാണോ? ഏലപ്പാറ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് മനു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ജോലിക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് പോയതാണ്. ഇന്ന് രാവിലെ ജോലിക്ക് ഹോട്ടലിൽ എത്തിയില്ല. തുടർന്ന് ഹോട്ടലിലെ ജീവനക്കാരാണ് ഈ ലോഡ്ജിലേക്ക്, ഈ മനു താമസിക്കുന്ന ലോഡ്ജിലേക്ക് ബന്ധപ്പെടുകയും മനു അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം തിരക്കുകയും ചെയ്തത്. തുടർന്ന് ഈ ലോഡ്ജിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുറിക്കുള്ളിൽ പോയി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ മനുവിനെ കണ്ടെത്തുന്നത്. തുടർന്ന് പീരുമേട് പോലീസിൽ തന്നെ ഉടൻ വിവരം അറിയിക്കുകയായിരുന്നു. ഈ മനുവിനൊപ്പമുണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിയെ കാണാനില്ല എന്ന വിവരവും ഈ ലോഡ്ജിലുള്ള ആളുകൾ തന്നെയാണ് പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.